ഹലോ, ഹൈ വാല്യൂ കറന്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിലൂടെ കവർ ചെയ്യുന്ന ഡോട്ട്സ് അക്കാഡമിയുടെ സീരീസ് തുടരുന്നു. നമുക്ക് ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യം നോക്കാം. വിച്ച് ഇസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ദാറ്റ് അഡോപ്റ്റ്സ് എ വാട്ടർ ബജറ്റ് ടു ടാക്കിൾ ദി പ്രോബ്ലം ഓഫ് സമ്മർ വാട്ടർ ഷോർട്ടേജ്? സോ സമ്മർ വാട്ടർ ഷോർട്ടേജിന് വേണ്ടിയിട്ട് ഒരു വാട്ടർ ബജറ്റ് കൊണ്ടുവന്ന് ആദ്യത്തെ സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം. ഏതാണ് ആദ്യത്തെ സംസ്ഥാനം? കേരളമാണ്. കേരളയാണ് വാട്ടർ ബജറ്റ് എന്ന് പറയുന്ന ഒരു സ്കീമുമായിട്ട് വന്നിരിക്കുന്നത്. സോ വാട്ടർ സ്കാസിറ്റീസ് പിന്നെ സോൾവ് ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമല്ല, ഈവൻ ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് വാട്ടർ റിസോഴ്സസ് എന്നുള്ളൊരു ഉദ്ദേശം കൂടിയുണ്ട്. ആൻഡ് ഓൾസോ ഇക്വിറ്റബിൾ, വാട്ടറിനെ ഇക്വിറ്റബിൾ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളൊരു കേസും കൂടി വാട്ടർ ബജറ്റിൽ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി ഞാൻ ഒഴുകട്ടെ, ലെറ്റ് മീ ഫ്ലോ നൗ, ദാറ്റ്സ് എ സ്റ്റേറ്റ് വൈഡ് ഇനീഷ്യേറ്റീവ് എയിംഡ് അറ്റ് റിജുവിനേറ്റിംഗ് കേരളാസ് വാട്ടർ ബോഡീസ്. സോ കേരളത്തിലെ വാട്ടർ ബോഡീസും വെറ്റ്ലാൻഡ്സും ഒക്കെ റിജുവിനേറ്റ് ചെയ്യാനുള്ള ഒരു സ്കീമാണ്, ഒരു പദ്ധതിയാണ് ഇനി ഞാൻ ഒഴുകട്ടെ, ലെറ്റ് മീ ഫ്ലോ നൗ എന്ന് പറയുന്ന സ്റ്റേറ്റ് വൈഡ് ഇനീഷ്യേറ്റീവ്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കിയാലോ. നെയിം ദ ഫിനാൻഷ്യൽ അറേഞ്ച്മെന്റ് ദാറ്റ് എനേബിൾസ് ഫോറിൻ ബാങ്ക്സ് ടു കണ്ടക്ട് ട്രാൻസാക്ഷൻസ് ഇൻ ഇന്ത്യൻ റുപ്പീസ് വിത്ത് ഡൊമസ്റ്റിക് ബാങ്ക്സ്. സോ ഒരു ഫിനാൻഷ്യൽ അറേഞ്ച്മെൻറ്റ് വഴി ഫോറിൻ ബാങ്ക്സിന് ഇന്ത്യൻ ബാങ്ക്സുമായിട്ട് ഡൊമസ്റ്റിക് കറൻസിയിൽ, അതായത് റുപ്പിയിൽ ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുമെന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ഫിനാൻഷ്യൽ അറേഞ്ച്മെൻറ്റിൻ്റെ എന്ത് പേരാണ് വിളിക്കുന്നതെന്നാണ് ചോദ്യം. എന്താണ് അതിന് പറയുന്നത്? റുപ്പി വോസ്ട്രോ അക്കൗണ്ട് സിസ്റ്റം എന്നാണ് പറയുന്നത്. റുപ്പി വോസ്ട്രോ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അക്കൗണ്ട് ദാറ്റ് ഡൊമസ്റ്റിക് ബാങ്ക്സ് ഹോൾഡ് ഫോർ ഫോറിൻ ബാങ്ക്സ് ഇൻ ദ ഫോമേഴ്സ് ഡൊമസ്റ്റിക് കറൻസി. അതായത് ഇവിടെയുള്ള ഡൊമസ്റ്റിക് ബാങ്ക്സ്, ഫോർ എക്സാമ്പിൾ ഒന്ന് SBI ഇമാജിൻ ചെയ്യാം. ഇപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു ഡൊമസ്റ്റിക് ബാങ്കാണ്. അപ്പോൾ ഡൊമസ്റ്റിക് ബാങ്കിന് ഒരു ഫോറിൻ ബാങ്കിൻ്റെ, ബാങ്ക് ഓഫ് അമേരിക്കയുടെ ഫോർ എക്സാമ്പിൾ, ബാങ്ക് ഓഫ് അമേരിക്കയുടെ ഒരു അക്കൗണ്ട് ഇവിടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നത് ഇവിടുത്തെ റുപ്പി, അതായത് ഇന്ത്യയുടെ ഡൊമസ്റ്റിക് കറൻസി റുപ്പി വെച്ചിട്ടാണ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റുപ്പി വോസ്ട്രോ അക്കൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു പ്രൊവൈഡ് ഇൻ്റർനാഷണൽ ബാങ്കിങ് സർവീസസ് ടു ദ ക്ലയൻസ് ഹു ഹാവ് ഗ്ലോബൽ ബാങ്കിങ് നീഡ്സ്. സോ ഇവിടുത്തെ ഇൻ്റർനാഷണൽ ബാങ്കിങ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുക ഇവിടുത്തെ കസ്റ്റമേഴ്സിന്, ഇവിടുത്തെ ക്ലയൻസിന് അവരുടെ ഗ്ലോബൽ ബാങ്കിങ് നീഡ്സ് മീറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇതുപോലൊരു അക്കൗണ്ട് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്. ദ നെയിം ഇസ് വാട്ട്? റുപ്പി വോസ്ട്രോ അക്കൗണ്ട് സിസ്റ്റം. റൈറ്റ്, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഇസ് ദ തേർഡ് ക്വസ്റ്റ്യൻ? ഹൂ associated with FedEx has recently been honored with the distinguished പ്രവാസി ഭാരതീയ സമ്മാൻ 2023. സോ പ്രവാസി ഭാരതീയ സമ്മാൻ 2023 ലഭിച്ചത് ഫെഡെക്സുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിക്കാണ്. ആരാണ് അദ്ദേഹം? അദ്ദേഹത്തിൻ്റെ പേരാണ് രാജേഷ് സുബ്രഹ്മണ്യം. സോ രാജേഷ് സുബ്രഹ്മണ്യം, ഹി ഈസ് ദി പ്രസിഡന്റ് ആൻഡ് ദ CEO ഓഫ് FedEx Corporation, and as a member of the US-India Strategic Partnership Forum, he has significantly invested in India. So ഇന്ത്യയിൽ സിഗ്നിഫിക്കൻറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള വ്യക്തിയാണ് രാജേഷ് സുബ്രഹ്മണ്യം. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് FedEx കോർപ്പറേഷൻ്റെ പ്രസിഡൻറ്റും അതേപോലെ തന്നെ CEO ആണ്. അദ്ദേഹത്തിനാണ് പ്രവാസി ഭാരതീയ സമ്മാൻ 2023 ലഭിച്ചിരിക്കുന്നത്. നാലാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഹൂ ഹാസ് ബിക്കം ദ ഫസ്റ്റ് ഫീമെയിൽ എയർഫോഴ്സ് ഓഫീസർ ടു റിസീവ് ഗാലൻട്രി മെഡൽ? ആദ്യമായിട്ടൊരു ഫീമെയിൽ എയർഫോഴ്സ് ഓഫീസർക്ക് ഗാലൻട്രി മെഡൽ ലഭിച്ചിട്ടുണ്ട്. അവരുടെ പേരെന്താണെന്നാണ് ചോദ്യം. അവരുടെ പേരാണ് ദീപിക മിശ്ര. ദീപിക മിശ്ര ആണ്, ഹെലികോപ്റ്റർ പൈലറ്റാണ്. ആൻഡ് ഷീ ഹെയിൽസ് ഫ്രം രാജസ്ഥാൻ. അവർക്ക് കൊടുത്തത് വായുസേന മെഡലാണ്. വായുസേന മെഡൽ ഇസ് ദി ഗാലൻട്രി മെഡൽ ഓഫ് എയർഫോഴ്സ്. ആൻഡ് എക്സെപ്ഷണൽ കറേജ് ഡിസ്പ്ലേഡ് ഡ്യൂറിങ് എ ഫ്ലഡ് റിലീഫ് ഓപ്പറേഷൻ ഇൻ മധ്യപ്രദേശ്. സോ മധ്യപ്രദേശിലെ ഫ്ലഡ് റിലീഫ് ഓപ്പറേഷൻ്റെ സമയത്തുള്ള എക്സെപ്ഷണൽ കറേജ് കാണിച്ചതിൻ്റെ പേരിലാണ് അവർക്ക് എന്ത് കൊടുത്തിരിക്കുന്നത്? വായുസേന മെഡൽ, ദ ഗാലൻട്രി അവാർഡ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് ദസ് ദീപിക മിശ്ര ബിക്കെയിം ദ ഫസ്റ്റ് ഫീമെയിൽ എയർഫോഴ്സ് ഓഫീസർ ടു റിസീവ് സച്ച് എ ഗാലൻട്രി മെഡൽ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നെയിം ദി റിനൗണ്ട് ടെന്നീസ് പ്ലെയർ ഹു ഹാസ് പെൻഡ് ഡൗൺ എൻ ഓട്ടോബയോഗ്രഫി ടൈറ്റിൽ ക്രോസ് കോട്ട്. സോ ക്രോസ് കോട്ട് എന്ന് പറയുന്ന ഒരു ഓട്ടോബയോഗ്രഫി എഴുതിയിരിക്കുന്നത് ഒരു റിനൗണ്ട് ടെന്നീസ് പ്ലെയർ ആണ്. അദ്ദേഹത്തിൻ്റെ പേര് എന്താണെന്നാണ് ചോദ്യം. അദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. ലാസ്റ്റ് 16, എവറി ഗ്രാൻഡ് സ്ലാമിൻ്റെ ലാസ്റ്റ് 16 വരെ എത്തും. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. അദ്ദേഹത്തിൻ്റെ പേരാണ് ജയ്ദീപ് മുഖർജി. സോ ജയ്ദീപ് മുഖർജിയാണ് ക്രോസ് കോട്ട് എന്ന് പറയുന്ന ഒരു ഓട്ടോബയോഗ്രഫി എഴുതിയിരിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Which Varanasi-based startup has received the Best Social Impact Award in the Innopreneurs Global Startup Contest? സോ ഇന്നോപ്രീനേഴ്സ് എന്ന് പറയുന്നത് ഇന്നോവേറ്റീവ് ഓൺടർപ്രീനേഴ്സ് ആണ്. സോ ഇന്നോവേറ്റീവ് ഓൺടർപ്രീനേഴ്സിൻ്റെ കൂട്ടത്തിൽ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് കോൺടെസ്റ്റിൽ ഇവർക്ക് ഏതോ ഒരു വാരണസി ബേസ്ഡ് സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് ബെസ്റ്റ് സോഷ്യൽ ഇമ്പാക്റ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് ആർക്കാണ്, ഏത് കമ്പനിക്കാണെന്നാണ്, ഏത് സ്റ്റാർട്ടപ്പിനാണെന്നാണ് ചോദ്യം.
ആ സ്റ്റാർട്ടപ്പിൻ്റെ പേരാണ് ബെഗേഴ്സ് കോർപ്പറേഷൻ. എന്താണ് പ്രത്യേകത? വാട്ട് ഈസ് ഇന്നോവേറ്റീവ് അബൌട്ട് ബെഗേഴ്സ് കോർപ്പറേഷൻ? The startup makes beggars self-sufficient by converting donations into social investment. അതാണ് പ്രത്യേകത. അതായത് ഭിക്ഷ, അതായത് ഡൊണേഷൻസ്, ഈ ഡൊണേഷൻസിനെ സോഷ്യൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറ്റുന്നതാണ് ഈ ബെഗേഴ്സ് കോർപ്പറേഷൻ ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് ഇസ് വൈ ദേ ഗോട്ട് ദിസ് ബെസ്റ്റ് സോഷ്യൽ ഇമ്പാക്റ്റ് അവാർഡ് ഇൻ ദി ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് കോൺടെസ്റ്റ്. റൈറ്റ്, നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാൽ. Which Indian city has been chosen for a 2-year pilot project to produce biodiesel from waste by a Belgium-based company Vitto? So Belgium based കമ്പനിയാണ് വിറ്റോ എന്ന് പറയുന്നത്. സോ ഈ കമ്പനി ബയോഡീസൽ, വേസ്റ്റിൽ നിന്നും ബയോഡീസൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇന്ത്യൻ സിറ്റിയെ ചൂസ് ചെയ്തിട്ടുണ്ട്. 2-year പൈലറ്റ് പ്രോജക്റ്റ് ആണ്. അത് ഏത് ഇന്ത്യൻ സിറ്റി എന്നാണ് ചോദ്യം. ഏതാണ് ഇന്ത്യൻ സിറ്റി? അയോധ്യ ആണ്. Okay, so Belgium's Vitto is soon expected to launch a project to generate biodiesel from waste in Ayodhya, and the company will initially use 1 ton of plastic waste. അതാണ് അതിൻ്റെ പ്രത്യേകത. പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ് ബയോഡീസലായിട്ട് മാറ്റുന്നത്. ആൻഡ് പൈലറ്റ് പ്രോജക്റ്റ് is going to be launched in Ayodhya. Right. Next one, which country has announced plans to introduce a gold-backed digital currency to combat the falling value of its currency? സോ കറൻസിയുടെ വാല്യൂ കുറയുന്നത് കൊണ്ട് തന്നെ ഒരു ഗോൾഡ് ബാക്ക്ഡ് ഡിജിറ്റൽ കറൻസി കൊണ്ടുവരാം എന്നുള്ളൊരു പ്ലാൻ, പദ്ധതിയുമായിട്ട് വന്നത് ഏത് നേഷനാണ്, ഏത് കൺട്രിയാണെന്നാണ് ചോദ്യം. ഫോളിങ് കറൻസി വേണം കേട്ടോ ആ ഒരു കൺട്രിക്ക്. അങ്ങനെയാണ് നമുക്ക് ആ ഓപ്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. സോ ഫോളിങ് വാല്യൂ ഓഫ് കറൻസി വരുന്നത് സിംബാബ്വേക്കാണ്. സോ ഡ്യൂ ടു ഡെസ്പറേറ്റ് ടു ഹോൾഡ് മണി ക്രൈസിസ്. സോ മണി ക്രൈസിസ് അവിടെ ഭയങ്കര ക്രൈസിസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ഗോൾഡ് ബാക്ക്ഡ് സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്, ഗോൾഡ് ബാക്ക്ഡ് ഡിജിറ്റൽ കറൻസി കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പേരാണ് സിഗ്, ഗോൾഡ് ബാക്ക്ഡ് സിഗ്, ദറ്റ് ഈസ് സിംബാബ്വെ ഗോൾഡ്. ആൻഡ് ദിസ് ഈസ് ദി ലേറ്റസ്റ്റ് അറ്റംപ്റ്റ് ടു റീപ്ലേസ് സിംബാബ്വെ ഡോളർ. സോ സിംബാബ്വെ ഡോളർ ഇസ് ഫോളിങ്. അതിന് പകരമായിട്ടാണ് ഇങ്ങനൊരു സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത്, സ്കീം ലോഞ്ച് ചെയ്തിരിക്കുന്നത്, ഗോൾഡ് ബാക്ക്ഡ് സിഗ്. Now, we'll come to question number 9. Name the country where IIT Madras is set to establish the first Indian Institute of Technology in Africa. So, IIT Madrasന്റെ പുതിയ പദ്ധതിയാണ് ആഫ്രിക്കയിൽ എന്താണ് ഒരു IIT തുടങ്ങാം എന്നുള്ളത്. IIT Madrasന്റെ മറ്റൊരു ബ്രാഞ്ചായിട്ട്. റൈറ്റ്. സോ അതെവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്? ആഫ്രിക്കയിൽ തൻസാനിയയിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. സോ നോ യു ക്യാൻ ഫൈൻഡ് IIT Madras in Tanzania as well. Right. The Zanzibar campus IIT Madras, അതാണ് അതിൻ്റെ പേര്. ദ സാൻസിബാർ ക്യാമ്പസ് IIT Madras വിൽ ബി ഓൺ സാൻസിബാർ ഐലൻഡ്. സോ താൻസാനിയയിലെ സാൻസിബാർ ഐലൻഡിലായിരിക്കും. ഇറ്റ് ഈസ് ഓഫ് ദി ഈസ്റ്റ് ആഫ്രിക്കൻ മെയിൻലാൻഡ്. സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ഇൻ ദി ഐലൻഡ്, ഈ IIT Madras, ആൻഡ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദി തൻസാനിയൻ റിപ്പബ്ലിക്. ദി പ്രോഗ്രാംസ് അറ്റ് IITM Zanzibar ആർ ഓപ്പൺ ടു സ്റ്റുഡൻസ് ഓഫ് ഓൾ നാഷണാലിറ്റീസ് ഇൻക്ലൂഡിങ് ഇന്ത്യൻസ്. സോ ഇന്ത്യൻസിനടക്കം തൻസാനിയയിൽ സൻസിബാറിൽ പോയി പഠിക്കാമെന്നുള്ളതാണ്. ആൻഡ് ദാറ്റ് ടു in IIT Madras. Right. Now coming to the last question. India ranks 126 in the Index of Economic Freedom, an annual report that measures the level of economic freedom in countries around the world. The report was published by. So Indian Index of Economic Freedom ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്നുള്ളത് നോക്കി വെക്കുക. കാരണം നമുക്കിത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. 126 ആണ്. 2024 ഇൻഡെക്സ് അനുസരിച്ച് 126 ആണ്. ആൻഡ് ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ദ ഹെറിറ്റേജ് ഫൗണ്ടേഷൻ ആണ്. ഹെറിറ്റേജ് ഫൗണ്ടേഷൻ എന്താണ്? ഇറ്റ് ഈസ് എ പബ്ലിക് പോളിസി റിസർച്ച് ഓർഗനൈസേഷൻ ബേസ്ഡ് ഇൻ വാഷിംഗ്ടൺ DC, USA. ഓക്കെ. സോ ഇന്ത്യസ് ഇക്കണോമിക് ഫ്രീഡം സ്കോർ ഇസ് ലോവർ ദാൻ ദി വേൾഡ് ആൻഡ് റീജിയണൽ ആവറേജസ്. സോ വേൾഡിലെ ആവറേജ് നോക്കിയാലും ഈവൻ നമ്മുടെ തന്നെ തൊട്ട് നെയ്ബേഴ്സിൻ്റെ ആവറേജ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു ഇക്കണോമിക് ഫ്രീഡം എന്ന് പറയുന്നത് തീരെ താഴെയാണ്, ലോ ആണ്. സോ ഇന്ത്യസ് ഇക്കോണമി ഈസ് കൺസിഡർഡ് മോസ്റ്റ്ലി അൺഫ്രീ. സോ അതുകൊണ്ട് തന്നെ ദ ഹെറിറ്റേജ് ഫൗണ്ടേഷൻ പറയുന്നത് ഇന്ത്യയുടെ ഒരു ഇക്കോണമി എന്ന് പറയുന്നത് മോസ്റ്റ്ലി അൺഫ്രീ ആണ് 2024 ഇൻഡെക്സ് പ്രകാരം. കാരണം നമ്മുടെ സ്കോർ 126 മാത്രമാണ്. ഒരൊറ്റ പ്രിപ്പറേഷൻ കൊണ്ട് ഒന്നിലധികം എക്സാമുകൾക്ക് തയ്യാറെടുക്കണം. വരൂ, ഡോട്ട്സ് അക്കാഡമിയുടെ ഭാഗമാകും. SSC PSC കോംബോ, SSC ബാങ്ക് കോംബോ, എക്സ്ക്ലൂസീവ് SSC, എക്സ്ക്ലൂസീവ് ബാങ്ക് എന്നീ കോച്ചിങ്ങുകൾക്ക് തിരുവനന്തപുരത്തും കൊല്ലത്തും ബാച്ചുകൾ. നിങ്ങളുടെ വീടിന്റെയും ജോലി സ്ഥലത്തിന്റെയും സൗകര്യത്തിൽ നിന്ന് പഠിക്കാൻ ഓൺലൈൻ ബാച്ചുകൾ. അപ്പൊ ഇനി എന്തിനു കാത്തിരിക്കണം? വരൂ ഡോട്ട്സ് അക്കാഡമിയിലേക്ക്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്